Good morning. Good morning. Good morning. Good morning, ma'am. Good morning. Okay, നമ്മുടെ ക്ലാസ്സിൽ പിള്ളേര് കുറഞ്ഞു വരുന്നുള്ളൂ. ഓക്കെ, അപ്പോ നമ്മള് എടുത്തുകൊണ്ടിരുന്നത് ഫോർത്ത് മൊഡ്യൂളിലെ ചാപ്റ്റർ 5 ആണ് അല്ലെ. ഓക്കെ, സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത്. ഓക്കെ, ഹിസ്റ്ററി ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞല്ലേ. ഇനി നെക്സ്റ്റ് നോക്കാം. ടൈപ്സ് ഓഫ് മെഡിക്കൽ ഗ്യാസസ് യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽസ്. എത്ര ടൈപ്സ് ഓഫ് മെഡിക്കൽ ഗ്യാസസ് ഉണ്ട്, അത് ഏതൊക്കെയാണ്, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഹോസ്പിറ്റലുകളിൽ യൂസ് ചെയ്യുന്ന മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അതില് ഫസ്റ്റ് വൺ ആണ് ഫസ്റ്റ് വൺ ആണ് medical air. Medical air means a clean supply of compressed air used in hospitals and healthcare facilities to distribute medical gas. It is free of pollution and particles, has no oil and odor, and is tried to bag water build up in a facilities pipeline. When a patient is in the operation room, whether it's an emergency or not, a surgeon depends on the medical air compressor to keep the patient comfortable and breathing. അപ്പൊ എന്താണ് മെഡിക്കൽ എയർ എന്ന് പറഞ്ഞാൽ അവിടെ കൊടുത്തിട്ടുണ്ട് compressed air അല്ലെ. compressed air എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് ഉള്ള അറ്റ്മോസ്ഫിയറിക് എയർ പ്രഷർ ഇല്ലേ, അതിനേക്കാളും താഴെ വെക്കുന്ന അല്ലെങ്കിൽ താഴെ വെക്കുന്ന ഒരു എയറിനെയാണ് നമ്മൾ പറയുന്നത് കംപ്രസ്ഡ് എയർ. ഓക്കെ, നോർമൽ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് എയർ പോലെ തന്നെയാണിത്. അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്, നാച്ചുറൽ ആയിട്ടുള്ള എയറിൽ എന്തൊക്കെ ഉണ്ടാകുന്നുണ്ട്, ഓക്സിജൻ ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ നൈട്രജൻ ഉണ്ടാവും, അതുപോലെ തന്നെ എന്താണ് വേസ്റ്റ് പാർട്ടിക്കിൾസ് അല്ലെ. ഇപ്പൊ നാച്ചുറൽ ആയിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാലും മതി. നാച്ചുറൽ ആയിട്ട് എയറിൽ ഓക്സിജൻ ഉണ്ടാവും, അതുപോലെ തന്നെ നൈട്രജൻ ഉണ്ടാവും, അതുപോലെ തന്നെ എന്താണ് വേസ്റ്റ് പാർട്ടിക്കിൾസും അതിനകത്ത് അടങ്ങിയിട്ടുണ്ടാവും അല്ലെ. പക്ഷെ ഈ കംപ്രസ്ഡ് എയറിൽ ഇങ്ങനെയുള്ള വേസ്റ്റ് പാർട്ടിക്കിൾസോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പൈപ്പ് ലൈൻ സംവിധാനത്തില് വേസ്റ്റിന്റെ അല്ലെങ്കിൽ ആ വാട്ടറിന്റെ അംശം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പൈപ്പ് ലൈൻ സംവിധാനത്തിൽ എന്തെങ്കിലും വാട്ടറിന്റെ അംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്ന ആ ടൈമില് എന്താണ് പൈപ്പ് ലൈൻ സംവിധാനത്തില് ഈ വാട്ടറിന്റെ അംശം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്ത് ഡ്രൈ ആക്കിയിട്ട് അതിനെ സഹായിക്കുന്നതാണ് മെഡിക്കൽ എയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് അതിനെ ഡ്രൈ ആക്കിയിട്ടാണ് ഈ പേഷ്യൻസിന് അത് പൈപ്പ് ലൈൻ സംവിധാനത്തിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഓപ്പറേഷൻ റൂമിലേക്ക് ഒരു പേഷ്യന്റ് എമർജൻസി ആയിട്ടോ അല്ലാതെയോ എന്താണ് സർജൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് പറയുന്നത് മെഡിക്കൽ എയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മെഡിക്കൽ എയർ നമ്മൾ പൈപ്പ് ലൈൻ സംവിധാനത്തിലുള്ള പേഷ്യൻസിനെ എത്തിക്കുന്നത് വഴി പേഷ്യൻസിന്റെ ഫീലിംഗ് അല്ലെങ്കിൽ അവരെ കംഫർട്ട് ആക്കാനായിട്ട് നല്ല രീതിയിലുള്ള ബ്രീത്തിങ് അവൈലബിൾ ആക്കാനായിട്ട് മെഡിക്കൽ എയർ വഴി സർജൻസിനെ സഹായിക്കുന്നുണ്ട്. മെഡിക്കൽ എയർ സർജൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്.
ഓക്കെ, അപ്പൊ മെഡിക്കൽ എയർ ഇത്രേ ഉള്ളൂ. അവിടെ കംപ്രസ്ഡ് എയറിനെ കുറിച്ച് പറയുന്നുണ്ട്. കംപ്രസ്ഡ് എയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് ഉള്ള അറ്റ്മോസ്ഫിയറിക് എയറിന്റെ ആ പ്രഷറിനേക്കാളും താഴെ ആയിട്ടാണ് നമ്മുടെ താഴെ ആയിട്ടുള്ള എയർ ആണ് കംപ്രസ്ഡ് എയർ എന്ന് പറയുന്നത്. നമ്മൾ നോർമൽ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് എയർ പോലെ തന്നെയാണിത്. അതുപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള എയറിൽ എന്തുണ്ടാവും, നിങ്ങളൊന്ന് നോക്കിയാൽ മതി. എന്തൊക്കെ ഉണ്ടാവും? ഓക്സിജൻ ഉണ്ടാവും, അതുപോലെ തന്നെ നൈട്രജൻ ഉണ്ടാവും, വേസ്റ്റ് പാർട്ടിക്കിൾസും അതിനകത്ത് അടങ്ങിയിട്ടുണ്ടാവും. പക്ഷെ ഇങ്ങനെയുള്ള എയറിൽ, കംപ്രസ്ഡ് എയറിൽ എന്ത് ഇങ്ങനെയുള്ള വേസ്റ്റ് പാർട്ടിക്കിൾസ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈ പൈപ്പ് ലൈൻ സംവിധാനത്തിലൂടെ രോഗികൾക്ക് നമ്മൾ ഇങ്ങനെയുള്ള എയർസുകൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിനകത്ത് വാട്ടറിന്റെ എന്തെങ്കിലും അംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഡ്രൈ ആക്കി, അതിനെ ബ്ലോക്ക് ചെയ്ത് ഡ്രൈ ആക്കിയിട്ടാണ് പേഷ്യൻസിന് എത്തിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ പേഷ്യൻസിന് അത് അവൈലബിൾ ആക്കി കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഓപ്പറേഷൻ പോകുന്നില്ല. എമർജൻസി ആയിട്ടോ അല്ലാതെയോ പേഷ്യൻസിന് ഈ സർജൻസ് എന്തിനു ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? കംപ്രസ്ഡ് മെഡിക്കൽ എയർ, കംപ്രസ്ഡ് എയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇങ്ങനെയുള്ള എയർ പേഷ്യൻസിന് കൊടുക്കുന്നത് വഴി, മെഡിക്കൽ എയർ സംവിധാനത്തിലൂടെ, പൈപ്പ് ലൈൻ സംവിധാനത്തിലൂടെ മെഡിക്കൽ എയർ രോഗികൾക്ക് കൊടുക്കുന്നത് വഴി രോഗികളുടെ ഫീലിംഗ് കംഫർട്ടബിൾ ആക്കാനായിട്ട്, ഈസി ആയിട്ട് അവരെ ബ്രീത്ത് ചെയ്യിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് ഓക്സിജൻ. ഓക്സിജൻ എല്ലാവർക്കും അറിയാൻ പറ്റും അല്ലെ? ഓക്കെ, ഓക്സിജൻ in medical gas required in every healthcare settings and is used for resuscitation and inhalation therapy. It can be used for medical conditions like COPD. നമ്മൾ വെന്റിലേറ്ററിൽ പഠിച്ചിട്ടുണ്ട് COPD. അതുപോലെ തന്നെ സൈനോസിസ്, ഷോക്ക്, സിവിയർ ഹെമറേജ്, carbon monoxide poisoning, trauma, cardiovascular and respiratory arrest, resuscitation and life support. അപ്പോ ഈ ഓക്സിജൻ എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ ഗ്യാസ് ആണ് അല്ലെ? അത് എന്തിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? റെസിസ്റ്റേഷൻ ആൻഡ് ഇൻഹലേഷൻ തെറാപ്പിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. It can be used for medical conditions. അപ്പോ ഓക്സിജൻ എന്ന് പറയുന്നത് ഏതൊരു ഹെൽത്ത് കെയർ സെറ്റിംഗ്സിലും വളരെ അത്യാവശ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ എയർ ആണ്. അതായത് നമ്മൾ പറഞ്ഞു മെഡിക്കൽ കണ്ടീഷൻസ്, ഏതൊക്കെ കണ്ടീഷനിലാണ് ഓക്സിജൻ യൂസ് ചെയ്യുന്നത്? COPD, അതുപോലെ തന്നെ സൈനോസിസ് അറിയാലോ, നമ്മളുടെ ബ്ലഡില് ഓക്സിജന്റെ അഭാവം വരുമ്പോൾ നമ്മുടെ സ്കിൻ എന്ത് നിറമാകുന്നുണ്ട്? ബ്ലൂ നിറമാകുന്നു. അതിനെയാണ് സൈനോസിസ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ബ്ലഡിൽ ഓക്സിജന്റെ അഭാവം കുറവ് വരുമ്പോൾ സ്കിൻ ബ്ലൂ നിറമാകുന്നതിനെയാണ് സൈനോസിസ് എന്ന് പറയുന്നത്. ഈ നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട് ഷോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യമായ ബ്ലഡ് ഓക്സിജനിൽ ഇല്ലാതെ വരുന്ന അവസ്ഥ, അതിനെയാണ് ഷോക്ക് എന്ന് പറയുന്നത്. ആവശ്യമായിട്ടുള്ള ബ്ലഡിൽ ഓക്സിജൻ ഇല്ലാതെ വരുന്നു കേട്ടോ. ഓക്കെ, ഇനി അതുപോലെ തന്നെ സിവിയർ ഹെമറേജ് എന്ന് പറഞ്ഞാൽ അമിതമായിട്ടുള്ള രക്തസ്രാവം. ഇനി എന്താ പറയുന്നത്? മോണോക്സൈഡ് പോയിസണിങ്. ഓക്കെ, അപ്പൊ ആ മോണോക്സൈഡ് പോയിസണിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർബൺ മോണോക്സൈഡ് നമ്മുടെ ബ്ലഡിലുള്ള ഹീമോഗ്ലോബിനുമായിട്ട് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ബ്ലഡിലെ ഓക്സിജന്റെ കപ്പാസിറ്റി കുറയ്ക്കുന്നതിനെയാണ് എന്താണ് ഈ കാർബൺ മോണോക്സൈഡ് പോയിസണിങ് എന്ന് പറയുന്നത് കേട്ടോ. ഒന്നുകൂടി പറയാം, കാർബൺ മോണോക്സൈഡ് നമ്മുടെ ബ്ലഡിലുള്ള ഹീമോഗ്ലോബിനുമായിട്ട് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ബ്ലഡിലെ ഓക്സിജന്റെ കപ്പാസിറ്റി കുറയ്ക്കുന്നു. അതിനെയാണ് കാർബൺ മോണോക്സൈഡ് പോയിസണിങ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്കറിയാം ട്രോമ, അതുപോലെ തന്നെ കാർഡിയോവാസ്കുലർ ആൻഡ് റെസ്പിറേറ്ററി അറസ്റ്റ്, റെസിസ്റ്റേഷൻ, പുനരുജ്ജീവനം, ലൈഫ് സപ്പോർട്ട്, ഇതിനൊക്കെയാണ് ഓക്സിജൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഓക്സിജൻ എന്ന് പറയുന്നത് എന്താണ്? ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു യൂസ് ചെയ്യുന്ന ഒരു മെഡിക്കൽ എയർ ആണ്. അപ്പോൾ നമ്മൾ കണ്ടു ഇത്തരത്തിലുള്ള മെഡിക്കൽ കണ്ടീഷൻസ് അല്ലെ, COPD കണ്ടു, സൈനോസിസ്, അതുപോലെ ഷോക്ക്, സിവിയർ ഹെമറേജ്, കാർബൺ മോണോക്സൈഡ് പോയിസണിങ്, ട്രോമ, അങ്ങനെയുള്ള പല മെഡിക്കൽ കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു. ഇത്തരത്തിലുള്ള കേസുകളിൽ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഓക്സിജന്റെ ഒരു അഭാവം മൂലമാണ്
ഇത്തരം രോഗങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലെ. പല രോഗങ്ങളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഓക്സിജന്റെ അഭാവം മൂലമാണ് ഇത്തരം രോഗങ്ങൾ ഒരാളിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഓക്സിജൻ കൊടുക്കേണ്ടത് ഏറ്റവും വലിയ അത്യാവശ്യമായിട്ട് വേണ്ടിവരുന്ന ഒന്നാണ് അല്ലെ. അപ്പൊ അതാണ് പറയുന്നത് ഹെൽത്ത് കെയർ മേഖലയിൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ കൊടുക്കേണ്ട ഒരു മെഡിക്കൽ എയർ ആണ് ഇതെന്ന് പറയുന്നത് ഈ ഓക്സിജൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയ മെഡിക്കൽ എയറും അതുപോലെ തന്നെ ഓക്സിജനും ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ.
ഇനി നെക്സ്റ്റ് നോക്കാം കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡ് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡ് ഓക്കെ. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് യൂസ്ഡ് ഫോർ in separating medical gas for less invasive surgeries like laparoscopy. അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, LA ചേർത്ത് കൊടുക്കണം അവിടെ. ലാപ്രോസ്കോപ്പി എന്നാണ് താക്കോൽ ശസ്ത്രക്രിയ. അതുപോലെ തന്നെ ആക്ട്രോസ്കോപ്പി, എൻഡോസ്കോപ്പി ആൻഡ് ക്രയോതെറാപ്പി, as well as for respiratory stimulation during and after anesthesia. CO2, carbon dioxide, may be piped in large hospital but more likely come from a tank. അപ്പോ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഇവിടെ പറഞ്ഞു എന്താണ്, ഇത്തരത്തില് നമ്മൾ പല സ്കോപ്പികളും കണ്ടല്ലേ. ലാപ്രോസ്കോപ്പി താക്കോൽ ശസ്ത്രക്രിയ, ആർട്രോസ്കോപ്പി അറിയാമല്ലേ, സന്ധിയുമായിട്ട് ബന്ധപ്പെട്ടത്, സന്ധിവാദം, ആർത്രൈറ്റിസ് ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതുപോലെ തന്നെ എൻഡോസ്കോപ്പി അറിയാം. ഓക്കെ. അതുപോലെ തന്നെ ക്രയോതെറാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അരിമ്പാറ, കാക്കാപ്പുള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ക്രയോതെറാപ്പി എന്ന് പറഞ്ഞാല്. അപ്പൊ ഇത്തരത്തിലുള്ള സ്കോപ്പികള് എന്താണ് ചെയ്യാൻ വേണ്ടിയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോ ലാപ്രോസ്കോപ്പി എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുന്ന സമയത്ത് ആളുകൾ പറയാറുണ്ട് എന്താണ്, ഇങ്ങനെ വയറ് വീർക്കുന്നത് പോലെ തോന്നാറുണ്ടെന്ന് പറയാറുണ്ട്. അപ്പൊ ചെറിയൊരു നമ്മൾ പറഞ്ഞു ഇവിടെ പറഞ്ഞു ഇൻവാസീവ് സർജറി, ചെറിയൊരു മുറിവുണ്ടാക്കിയിട്ടാണ് ഈ പ്രൊസീജിയർ സർജൻസ് ചെയ്യുന്നത്. അങ്ങനെ സർജൻസ് ചെയ്യുമ്പോൾ അവരുടെ ആ പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് CO2 യൂസ് ചെയ്തുകൊണ്ട് ബോഡിയിലെ ക്യാവിറ്റിയിലേക്ക് ഇൻഫ്ലേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ഒരു 3-dimensional എൻവയോൺമെന്റ് അവിടെ എന്താണ് സർജൻസിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെ അവിടെ നല്ലൊരു പ്ലേസ് ഉണ്ടാക്കാൻ എടുക്കാനായിട്ടും അത് ക്ലിയർ ആയിട്ട് അത് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ടും സാധിക്കുന്നു. ഹോസ്പിറ്റലുകളില് ഈ വലിയ രീതിയിൽ നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഹോസ്പിറ്റലുകളിലൊക്കെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് പൈപ്പ് ലൈൻ സംവിധാനത്തിലൂടെയാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ സ്മോൾ സ്കെയിൽ ഓർഗനൈസേഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ സ്മോൾ ഹോസ്പിറ്റൽസിലാണെങ്കിൽ ഈ ടാങ്കുകളിൽ ആയിട്ടാണ് അത് കാണാൻ പറ്റുന്നത്. CO2 ടാങ്കിലായിട്ടായിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാകുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ് ഈ ഇത്തരത്തിലുള്ള സ്കോപ്പികൾ അല്ലെ. ലാപ്രോസ്കോപ്പി ഉണ്ട്, അതുപോലെ തന്നെ ആക്ട്രോസ്കോപ്പി, എൻഡോസ്കോപ്പി, ക്രയോതെറാപ്പി, ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് CO2 യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ലാപ്രോസ്കോപ്പി ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വയറ് വീർക്കുന്നത് പോലെ തോന്നാമെന്ന് ആളുകൾ പറയാറുണ്ട്. അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചെറിയൊരു മുറിവുണ്ടാക്കിയിട്ടാണ് പ്രൊസീജിയർ സർജൻസ് ചെയ്യുന്നത്. അങ്ങനെ സർജൻസ് ഈ പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. അവർക്ക് നല്ലൊരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, CO2 ആ ബോഡിയിലേക്ക്, ആ ബോഡിയുടെ ക്യാവിറ്റിയിലേക്ക് ഇൻഫ്ലേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ 3-dimensional ആയിട്ടൊരു വർക്ക് പ്ലേസ് അവിടെ സർജൻസിന് ക്രിയേറ്റ് ചെയ്ത് കിട്ടുന്നു. അങ്ങനെ നല്ലൊരു രീതിയിൽ പ്ലേസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ആ വർക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ടും സാധിക്കുന്നുണ്ട്. ഇനി CO2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളിൽ പൈപ്പ് ലൈൻ സംവിധാനത്തിലൂടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചെറിയ രീതിയിൽ സ്മോൾ സ്കെയിൽ ഓർഗനൈസേഷൻ ആണെങ്കിൽ ടാങ്കുകളിലായിരിക്കും അത് സെറ്റ് ചെയ്യുന്നതാണ്, ടാങ്കുകളിലായിരിക്കും കാണുന്നത് കേട്ടോ. ഇനി എന്താണ് നൈട്രജൻ. നൈട്രജൻ എന്ന് പറയുമ്പോൾ നോക്കാം. നൈട്രജൻ ഈസ് എ മെഡിക്കൽ ഗ്യാസ് യൂസ്ഡ് ഫോർ cryosurgery to remove some cancers and cell lesions and also for the storage of the tissues, cells and blood in cryogenic temperature. Cryogenic temperature എന്ന് പറഞ്ഞാൽ വളരെ മൈനസ് താപനില കേട്ടോ. ഓക്കെ, വളരെ തണുത്ത താപനില കേട്ടോ. To avoid oxidation of samples,
oxidation of the samples. It can also be used as part of the medical gas mixture for lung infection test. Nitrogen as a gas is issued to power tools in place where they do not have an instrument air. Most of the time it come from a multiple of cylinders and it piped and pressured with an alarm system at the source and on the use site. ഇനി ഇവിടെ പറയുന്നത് നൈട്രജൻസ് യൂസ് ചെയ്തുകൊണ്ട് നൈട്രജൻ ഗ്യാസ് യൂസ് ചെയ്തുകൊണ്ടാണ് ക്രയോസർജറി ചെയ്യുന്നത്. ഓക്കെ, ക്രയോസർജറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രയോതെറാപ്പി, അതുപോലെ തന്നെ ക്രയോസർജറി എന്ന് പറഞ്ഞാലും സെയിം പ്രൊസീജിയർ, ഒരുപോലുള്ള പ്രൊസീജിയർ തന്നെയാണ്. നമ്മൾ പറഞ്ഞില്ലേ കാക്കാപ്പുള്ളി അതുപോലെ തന്നെ ഉള്ള അരിമ്പാറ കാര്യങ്ങളൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കളയാറുണ്ട് അല്ലെ. അപ്പൊ അതിന് ഉപയോഗിക്കുന്നതാണ് ക്രയോസർജറി അല്ലെങ്കിൽ ക്രയോതെറാപ്പി എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ക്രയോതെറാപ്പി ആയാലും ക്രയോസർജറി ആയാലും ഒരുപോലെയുള്ള പ്രൊസീജിയർ തന്നെയാണ്. അപ്പോ അതുകൊണ്ട് തന്നെ എന്താണ് ക്രയോതെറാപ്പി അല്ലെങ്കിൽ ക്രയോസർജറി നമ്മള് ശാസ്ത്രക്രിയയിലൂടെയാണ് റിമൂവ് ചെയ്ത് കളയുന്നത്. അപ്പോ ഇവിടെ പറയുന്നുണ്ട് ലിക്വിഡ് ആയിട്ടുള്ള നൈട്രജൻ യൂസ് ചെയ്തുകൊണ്ട് എന്താണ് ക്യാൻസർ സെൽസ് ടിഷ്യൂസ്, അതുപോലെ തന്നെ ഈ സ്കിൻ ലൈസൻസ് ആൻഡ് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ടിഷ്യൂസുകള്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഇപ്പോ അബ്നോർമൽ ആയിട്ട് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഗ്രോത്തുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്ത് കളയാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല സാമ്പിളുകൾ നമ്മൾ എടുത്തു വെക്കാറുണ്ട് അല്ലെ. പല സാമ്പിളുകൾ നമ്മൾ കളക്ട് ചെയ്ത് വെക്കും. ബ്ലഡ് ആവാം, ടിഷ്യൂസ് ആവാം, സെൽസ് ആവാം. ഇതൊക്കെ മൈനസ് ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യാനായിട്ടും അത് നശിച്ചു പോകാതെ അത് നശിച്ചു പോകുന്നത് തടയാനായിട്ടും നൈട്രജൻ ഗ്യാസുകൾ നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് ലങ് ഫങ്ഷൻ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ അത് യൂസ് ചെയ്യുന്നത് എന്താണ് മെഡിക്കൽ ഗ്യാസിന്റെ ഒരു മിക്സറായിട്ടും ഈ നൈട്രജൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോ ലങ് ഫങ്ഷൻ ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുമ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള മെഡിക്കൽ ഗ്യാസസിന്റെ ഒരു മിക്സറായിട്ട് നൈട്രജൻ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഇവിടെ പറയുന്നത് എന്താണ്, ഈ പവർ ടൂൾസ് ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് നൈട്രജൻ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ നമ്മള് പെട്രോൾ പമ്പിലൊക്കെ കാറിന്റെ എയർ കുറവാണെങ്കിൽ, ടയറിന് എയർ ഒക്കെ കുറവാണെങ്കിൽ നൈട്രജൻ ഗ്യാസസ് ആണ് നമ്മൾ അടിക്കുന്നത്. കണ്ടിട്ടില്ല നിങ്ങള്? കണ്ടിട്ടില്ലേ ആരും നൈട്രജൻ ആ ഗ്യാസസ് നമ്മൾ അടിക്കുന്നത്, എയർ അടിക്കുന്നത് കാറിന്റെ? ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സുകൾ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടും അല്ലെ, ഇങ്ങനെയുള്ള എന്താണ് രീതിയിലുള്ള ഇൻസ്ട്രുമെന്റ്സ് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ നൈട്രജൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ സിലിണ്ടേഴ്സിലായിരിക്കും ഇത് കാണുന്നത്. പൈപ്പ് ലൈൻ സംവിധാനത്തിലൂടെ കൃത്യമായിട്ടുള്ള പ്രഷറിലും ആയിരിക്കും ഇത് കടത്തിവിടുന്നത്. അത് കടത്തിവിടുന്ന ആ സോഴ്സിൽ അലാറം ഘടിപ്പിച്ചിട്ടുണ്ടാവും. അത് യൂസ് ചെയ്യുന്ന ആ സൈറ്റിലും അലാംസ് ഘടിപ്പിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഇപ്പൊ നൈട്രജൻ നമ്മള് കാറിൽ ആ ടയറിൽ അടിക്കുമ്പോൾ അലാംസ് അടിക്കുന്നത് കാണാം ഇല്ലേ? കേട്ടിട്ടില്ലേ ആരും? എക്സ്പീരിയൻസ് ആർക്കും ഇല്ലേ? ഇനി ശ്രദ്ധിച്ച് നോക്കാം കേട്ടോ. പെട്രോൾ പമ്പിലൊക്കെ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ചിലവരൊക്കെ വന്നിട്ട് അങ്ങനെ എയർ ഒക്കെ അടിക്കുന്നുണ്ടാവും. അപ്പൊ അത് നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അലാംസ് എത്തിയിട്ടുണ്ടാവും. അങ്ങനെ അലാം അടിക്കുന്നതൊക്കെ കേൾക്കാം. ഓക്കെ, അപ്പൊ ഇത്ര വായിച്ചു നോക്കിയേ. 3 and 4 ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ.
നോക്കാം കേട്ടോ. ഫിഫ്ത് വൺ ആണ് nitrous oxide. Nitrous oxide is a medical gas commonly known as a lasting gas. ചെയ്തിരിക്കാം. nitrous oxide പറയുന്ന മറ്റൊരു പേരാണ് ലാഫിംഗ് ഗ്യാസ് എന്ന് പറയുന്നത് കേട്ടോ. This medical gas is used in numerous surgical procedures, both anesthetic and analgesic. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നൈട്രസ് ഓക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കോമൺലി പറയുന്ന പേര്, നൈട്രസ് ഓക്സൈഡിനെ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് എന്താ, ലാഫിംഗ് ഗ്യാസ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു മെഡിക്കൽ ഗ്യാസ് സംവിധാനം പോലെ ഒരു സർജറി പ്രൊസീജിയറിലും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സർജറി പ്രൊസീജിയറിലൊക്കെ ഈ നൈട്രസ് ഓക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. മെഡിക്കൽ ഗ്യാസിന്റെ പല സർജറി പ്രൊസീജിയറിലും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, നൈട്രസ് ഓക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അനസ്തേഷ്യയുമായിട്ട് ബന്ധപ്പെട്ടും ഒരു വേദന സംഹാരി അല്ലെ, അനാൽജസിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു വേദന സംഹാരിയായിട്ട് അല്ലെ. അതുപോലെ തന്നെ അനസ്തേഷ്യ പ്രൊസീജിയറിലും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, നൈട്രസ് ഓക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. അനാൽജസിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വേദന സംഹാരിയായിട്ടും അതുപോലെ തന്നെ അനസ്തേഷ്യ പ്രൊസീജിയറിലും ഈ നൈട്രസ് ഓക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതിനെ പറയുന്ന ഒരു മറ്റൊരു പേരാണ്
ലാഫിംഗ് ഗ്യാസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് ഇത് വാക്വം. Piped medical surgical vacuum system is used for patient training, aspiration, and dissection. This means that medical vacuum in a hospital supported suction equipment. Vacuum will vary across the pipeline but is commonly maintained around 75 Pascal. Okay, അപ്പോൾ വാക്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഈ എന്താണ് പൈപ്പ്ലൈനർ piped medical surgical vacuum system is used patient training, aspiration and dissection. അതിനൊക്കെയാണ് ഈ വാക്വം യൂസ് ചെയ്യുന്നത്. ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ പേഷ്യന്റ് ഫ്ലൂയിഡ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കത് വലിച്ചു കളയണമെങ്കിലൊക്കെ ഈ വാക്വമാണ് യൂസ് ചെയ്യുന്നത് അല്ലെ. ഫ്ലൂയിഡ്സ് ആവാം, പസ് ആവാം, അല്ലെ കഫ് ആവാം, വയലിൽ വരുന്ന ഫ്ലൂയിഡ്സ് നമ്മൾ പറഞ്ഞതാണ് അല്ലെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലൊക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വരുമ്പോ അല്ലെങ്കിൽ ഫ്ലൂയിഡ്സ് പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫ്ലൂയിഡ്സ് വരുമ്പോ അവത് നമ്മള് വലിച്ചു കളയുന്നത് ഈ വാക്വം സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ എന്താ പറയുന്നത് ഈ സക്ഷൻ എക്യുപ്മെന്റ് പ്രവർത്തനവുമായിട്ട് അതിന്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സപ്പോർട്ട് നൽകുന്നതാണ് വാക്വം സിസ്റ്റം. സാധാരണയായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നത് 75 കിലോ പാസ്കൽ എന്ന രീതിയിലാണ് കേട്ടോ. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് കംപ്രസ്ഡ് എയർ. Compressed air used for both the medical and the non-medical purposes. The medical use includes laboratory work, inhalation therapy, and the powering of surgical tools. രണ്ട് രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. എന്തൊക്കെ പർപ്പസിനാണ്? മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ പർപ്പസിന് കംപ്രസ്ഡ് എയർ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെയാണ് മെഡിക്കൽ യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ്? ലബോറട്ടറി വർക്ക്, ഇൻഹേലേഷൻ തെറാപ്പി, അതുപോലെ തന്നെ സർജിക്കൽ ടൂൾസിന്റെ പവറിങ്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ കംപ്രസ്ഡ് എയർ യൂസ് ചെയ്യുന്നത്. നോൺ മെഡിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് നോൺ മെഡിക്കൽ പർപ്പസ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള നോൺ മെഡിക്കൽ ആയിട്ടുള്ളതും അതുപോലെ തന്നെ മെഡിക്കൽ ആയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ട് കംപ്രസ്ഡ് എയർ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് സിസ്റ്റം കമ്പോണൻസ് ഓഫ് സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം. ഓക്കെ, സിസ്റ്റം സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഗ്യാസ് സിസ്റ്റത്തിന്റെ സിസ്റ്റം കമ്പോണൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് വൺ സോഴ്സസ് ഓഫ് സപ്ലൈ, വിതരണ സ്രോതസ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താ? പൈപ്പിംഗ് നെറ്റ്വർക്ക്. ഓക്കെ, ഇനി വാൽവ് ടു കൺട്രോൾ മെത്തേഡ്, കൃത്യമായിട്ടുള്ള കൺട്രോളിന് വേണ്ടിയിട്ട് വാൽവ്സ് അവിടെ ഉണ്ടാകുന്നുണ്ട്. വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റം. ഓക്കെ, ഫോർ മോണിറ്ററിംഗ്, കൃത്യമായിട്ടുള്ള മോണിറ്ററിംഗിന് വേണ്ടിയിട്ട് വാർണിംഗ് ആൻഡ് അലാംസ് അവിടെ ഉണ്ടായിരിക്കും. ഔട്ട്ലെറ്റ്സ് ആൻഡ് ഇൻലെറ്റ്സ്. ഓക്കെ, ഗ്യാസ് സപ്ലൈക്ക് വേണ്ടിയിട്ടാണ് ഔട്ട്ലെറ്റും ഇൻലെറ്റും ഉപയോഗിക്കുന്നത്. സെക്കൻഡറി എക്യുപ്മെന്റ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഇതെന്ന് പറയുന്നത് സിസ്റ്റം കമ്പോണൻസ് ആയിട്ട് പറയുന്നത്. ഇത്ര വായിച്ചു നോക്കിയേ.
Okay, ini next ആണ് sources. First വരുന്നതാണ് components. First വരുന്നതാണ് sources. Sources are the resource that generate the flow of medical gases through piping network like a manifold system. ഇതാണ് manifold system താഴെ കൊടുത്തിട്ടുണ്ട്. It contains high pressure cylinders on two bank. One is a back up to the other. Besides, the control panel is installed for the primary and secondary regulators, pressure regulators, and the warning lamps. Okay. അപ്പൊ എന്താണ് ഒരു ഹോസ്പിറ്റലിലെ പുറത്ത് ഒരു സോഴ്സ് ഉണ്ടാവും, ഒരു റൂം ഉണ്ടാവും എന്ന് വിചാരിക്കാം. അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത്, ഗ്യാസുകൾ സെറ്റ് ചെയ്ത് വെക്കുന്ന രീതിയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഒരു ഹോസ്പിറ്റലിലെ പുറത്തൊരു അതിന് വേണ്ടിയിട്ടൊരു റൂം ഉണ്ടാകും. അപ്പൊ അതിനെയാണ് നമ്മൾ സോഴ്സ് എന്ന് പറയുന്നത്. സോഴ്സ് ആയിട്ടാണ് ആ റൂം എടുത്തിരിക്കുന്നത്. ആ റൂമില് ഒരുപാട് സിലിണ്ടേഴ്സ് അല്ലെ, ഒരുപാട് സിലിണ്ടേഴ്സുകൾ ഉണ്ട്. അപ്പൊ മാനിഫോൾഡ് എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഹൈ പ്രഷർ സിലിണ്ടേഴ്സ് ഓൺ ടു പാക്ക്. അപ്പോ എന്താണ് ഹോസ്പിറ്റലുകളിൽ ചെയ്യുമ്പോൾ നമ്മൾ ഈ വലിയ വലിയ സിലിണ്ടേഴ്സ് നമ്മൾ കണ്ടിട്ടില്ലേ, അതുപോലെ ഈ ഹൈ പ്രഷറുകളിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സിലിണ്ടേഴ്സുകൾ അവിടെ കൊടുത്തിട്ടുണ്ടാകും. ഹൈ പ്രഷറുകൾ വെച്ചിട്ട് അവിടെ ഗ്രൂപ്പ് ഓഫ് സിലിണ്ടേഴ്സ് ഉണ്ടാകും. ആ സോഴ്സ് റൂമില് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4 അല്ലെങ്കിൽ 6 സെറ്റ് ഓഫ് സെറ്റ് ഓഫ് സിലിണ്ടേഴ്സ് ആണ് ഫസ്റ്റ് വെക്കുന്നത്, പ്രൈമറി പർപ്പസിന് വേണ്ടി വെക്കുന്നത്. ഇനി അതിന്റെ ഉപയോഗം കഴിഞ്ഞു നമ്മൾ വീട്ടിലെ കൂടി കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പൊ എന്താണ് ഒരു സിലിണ്ടർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ബാക്കപ്പ് ആയിട്ട് നെക്സ്റ്റ് നമ്മൾ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടാകും അല്ലെ. അതുപോലെ തന്നെയാണ് ഈ സെറ്റ് ഓഫ് ആ 4 സിലിണ്ടേഴ്സ് അതിന്റെ ഇയേഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എന്താണ് ബാക്കപ്പ് ആയിട്ട് നമ്മൾ വെക്കും അല്ലെ. സെക്കൻഡറി പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടാകും അല്ലെ. പ്രൈമറി ആണ് ഈ സെറ്റ് ഓഫ് 6 or 4 സിലിണ്ടേഴ്സ് എന്ന് പറയുന്നത്. അതിന്റെ ഉപയോഗം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി നെക്സ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഓക്കെ, അപ്പൊ പ്രൈമറി പർപ്പസിന് അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന സിലിണ്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ് ബാക്കപ്പിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ വെച്ചിരിക്കുന്നത്. അത്രയും കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഇനി മാനിഫോൾഡ് സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞു എന്താണ് ഈ ബാക്ക് പ്രൈമറി പർപ്പസിന് വേണ്ടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ബാക്കപ്പ് ആയിട്ട് 4 സെറ്റ് ഓഫ് സിലിണ്ടേഴ്സ് വെച്ചിട്ടുണ്ടാകും. അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ പാനൽസ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് പ്രൈമറി ആൻഡ് സെക്കൻഡറി റെഗുലേറ്റേഴ്സ് ഉണ്ടാവും, പ്രഷർ റെഗുലേറ്റേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ വാർണിംഗ് ലാംപ്സും അവിടെ ഉണ്ടാവും കേട്ടോ. ഇനി എന്താണ് പൈപ്പിംഗ് നെറ്റ്വർക്ക്. പൈപ്പിംഗ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ ഗ്യാസസ് ആൻഡ് വാക്വം ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ എ പൈപ്പ് ലൈൻ distribution system to provide gas or vacuum at the end point or terminal units. The terminal units may be either wall mounted and pendant mounted. High quality copper should be used to make pipes. Moreover, pipes should be protected against physical damage and corrosion
and color code in keeping with the gas content. അപ്പൊ എന്താണ് പൈപ്പിംഗ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മെഡിക്കൽ ഗ്യാസസുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിരുന്നു പൈപ്പ് ലൈൻ സംവിധാനത്തിലൂടെയാണ് അല്ലെ. പൈപ്പ് ലൈൻ സംവിധാനത്തിലൂടെയാണ് ഓരോ പേഷ്യൻസിനും വേണ്ട മെഡിക്കൽ ഗ്യാസസുകൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഓരോ റൂമിലേക്കാണ് ഇപ്പൊ വേണ്ടതെങ്കിൽ അതിന്റെ സ്റ്റേഷൻ ഔട്ട്ലെറ്റ് ഉണ്ടാവും. അതാണ് അവിടുത്തെ സ്റ്റേഷൻ ഔട്ട്ലെറ്റ് ഉണ്ടാവും. ഒരു റൂമിലേക്കാണ് ഇപ്പോൾ ഗ്യാസ് വേണ്ടതെങ്കിൽ അവിടെ എന്തുണ്ടാവും? സ്റ്റേഷൻ ഔട്ട്ലെറ്റ് ഉണ്ടാവും. അതാണ് അതിന്റെ എൻഡ് പോയിന്റ് എന്ന് പറയുന്നത് അല്ലെ. ആ സ്റ്റേഷൻ ഔട്ട്ലെറ്റിൽ കൂടി നമ്മൾ എക്യുപ്മെന്റ് കണക്ട് ചെയ്തിട്ട് ആ റൂമുകൾക്ക് നമ്മൾ ഗ്യാസസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ടെർമിനൽ യൂണിറ്റ്സ് മേ ബി അവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? വാൾ മൗണ്ടഡ് ആൻഡ് പെനിട്രേറ്റഡ് മൗണ്ടഡ്. വാൾ മൗണ്ടഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഈ ഭിത്തിയിൽ കണക്ട് ചെയ്തിട്ടായിരിക്കും അതുണ്ടായിരിക്കുന്നത്. അതുപോലെ പെനിട്രേറ്റഡ് മൗണ്ടഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീലിംഗിൽ ഹാങ് ചെയ്ത് കിടക്കുന്നത് പോലെയാണ് അതുണ്ടാവുന്നത്. അതിനകത്ത് കൂടി എക്യുപ്മെന്റ് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഗ്യാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ വാൾ മൗണ്ടഡ് എന്ന് പറഞ്ഞാൽ ഭിത്തിയിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ പെനിട്രേറ്റഡ് മൗണ്ടഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീലിംഗിൽ ഹാങ് ചെയ്തിട്ട് തൂങ്ങിക്കിടക്കുന്നത് പോലെയായിരിക്കും അത് ഉണ്ടാകുന്നത്. അതിനകത്ത് കൂടിയാണ് എക്യുപ്മെന്റ് കണക്ട് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി കോപ്പറുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ പൈപ്പുകൾ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് ഫിസിക്കലായിട്ട് ഡാമേജ് വരാനോ അതുപോലെ തന്നെ തുരുമ്പ് പിടിക്കാനായിട്ടോ ഒന്നും അത് വരുന്നതൊക്കെ നമുക്ക് തടയാൻ പറ്റും. അതുപോലെ തന്നെ ഓരോ ഗ്യാസസിനും ഓരോ കളർ കോഡുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫിക്കൽറ്റി അത് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഡിഫിക്കൽറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ ഗ്യാസസിലും ഓരോ കളർ കോഡുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുമ്പോൾ അതിനുള്ള ഡിഫിക്കൽറ്റി കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. സോഴ്സസ് ആൻഡ് പൈപ്പിംഗ് നെറ്റ്വർക്ക്.
Next on valve. There are two types of valves, Swan valves and service valve. Swan valves are used to isolate a large part of the system, that is room for modification and or repair. Besides, Swan valve are installed on corridor walls and should be labeled to indicate the room that they control. Furthermore, service valve are used to isolate certain parts of the system for modification and or repair. Therefore, they are accessible by the clinical staff. അപ്പോ വാൽവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വാൽവാണ് ഇവിടെ പറയുന്നത്. സോൺ വാൽവ് ഉണ്ട്, അതുപോലെ തന്നെ ഈ സർവീസ് വാൽവ് ഉണ്ട്. രണ്ട് ടൈപ്സ് ഓഫ് വാൽവിന്റെ കാര്യങ്ങൾ പറയുന്നത്. സോൺ വാൽവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ വാൽവിനെയാണ് നമ്മൾ സോൺ വാൽവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സർവീസ് വാൽവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ വാൽവ് അല്ലാതെ ഇപ്പോ സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയയിലേക്ക്, ഇപ്പൊ ഫസ്റ്റ് ഫ്ലോറിലേക്കോ അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ആയിട്ടുള്ള പ്രദേശത്തേക്കോ അല്ലെങ്കിൽ ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്കോ മാത്രം നമ്മൾ കണക്ട് ചെയ്യുന്ന ആ വാൽവിനെയാണ് സർവീസ് വാൽവ്. ഓക്കെ, അതാണ് സർവീസ് വാൽവ് എന്ന് പറയുന്നത്. സോൺ വാൽവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള വാൽവാണ്. ഓക്കെ, അപ്പോ ഇനി ഇവിടെ പറയുന്നുണ്ട് സോൺ വാൽവ്സ് ആർ ഇൻസ്റ്റാൾഡ് ഓൺ കോറിഡോർ വാൽവ്സ് ആൻഡ് ഷുഡ് ബി ലേബിൾഡ് ഇൻഡിക്കേറ്റ് ദ റൂം ദേ ആർ കൺട്രോൾഡ്. അപ്പൊ ഇവിടെ പറയുന്നത് ഏത് ഇപ്പോ നമ്മൾ പറഞ്ഞു കോറിഡോറിലാണ് അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഏതൊരു റൂമിനെയും കൺട്രോൾ ചെയ്യുന്ന കൺട്രോൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഏതൊരു അതോറിറ്റി അത് കൺട്രോൾ ചെയ്യാനായിട്ട് ഇപ്പോ ഓഫ് ആക്കാനായിട്ടും ഓൺ ആക്കാനായിട്ടും അതിന്റെ കൺട്രോളിങ് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു അതോറിറ്റി ഉണ്ടാവും. ആ അതോറിറ്റിക്ക് മാത്രമാണ് മെയിൻ വാൽവ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള അധികാരമുള്ളൂ. അതുപോലെ തന്നെ ഇപ്പൊ ഐസൊലേറ്റഡ് ആയിട്ടുള്ള പ്രദേശത്തിൽ നമ്മൾ പറഞ്ഞു സെപ്പറേറ്റ് ആയിട്ടുള്ള ഏരിയയിലേക്ക്, സ്പെസിഫിക് ഏരിയയിലേക്ക് പോകുന്ന വാൽവാണ് സർവീസ് വാൽവ് എന്ന് പറയുന്നത്. അങ്ങനെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഭാഗത്തേക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള വാൽവാണ് ഇതെന്ന് പറയുന്നത് സർവീസ് വാൽവ് എന്ന് പറയുന്നത്. അതൊരു പ്രദേശത്തെ മാത്രം എന്തെങ്കിലും ഇപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് ഗ്യാസ് കണക്ഷൻ മാത്രം നമുക്ക് വിച്ഛേദിച്ചാൽ മതി. അതുകൊണ്ട് അതൊക്കെയാണ് സർവീസ് വാൽവിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും ഇപ്പോ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കാം അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലായിരിക്കാം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കണക്ഷൻ മാത്രം വിച്ഛേദിച്ചാൽ മതി നമുക്ക്. ഓക്കെ, അപ്പൊ അതാണ് സർവീസ് വാൽവുമായിട്ട് ബന്ധപ്പെട്ടത്. അതുപോലെ തന്നെ ഇപ്പോ ക്ലിനിക്കൽ സ്റ്റാഫിന് കൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഏരിയയിലായിരിക്കണം എന്ത് വെക്കേണ്ടത്, ഈ സർവീസ് വാൽവ് സംവിധാനം വെക്കേണ്ടത്. അപ്പൊ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പോ ഫസ്റ്റ് ഫ്ലോറിലെ ക്ലിനിക്കൽ സ്റ്റാഫിനോ സെക്കൻഡ് ഫ്ലോറിലെ ക്ലിനിക്കൽ സ്റ്റാഫിനൊക്കെ അത് അവർക്ക് കൂടി ഇത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു രീതിയിലായിരിക്കണം ഇത് വെക്കേണ്ടത്. ഓക്കെ, അപ്പൊ മെയിൻ വാൽവ് ഉണ്ട്, അതുപോലെ തന്നെ സർവീസ് വാൽവ് ഉണ്ട്. സോൺ വാൽവിനെയാണ് മെയിൻ വാൽവ് എന്ന് പറയുന്നത്. സർവീസ് വാൽവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഏതെങ്കിലും ഒരു പ്രദേശത്തേക്കോ ഫസ്റ്റ് ഫ്ലോറിലേക്കോ സെക്കൻഡ് ഫ്ലോറിലേക്കോ അങ്ങനെ ഏതെങ്കിലും ഒരു റൂമിലേക്കൊക്കെ പോകുന്ന വാൽവാണ് സർവീസ് വാൽവ് എന്ന് പറയുന്നത്. ഓക്കെ, സോൺ വാൽവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ വാൽവ് എന്ന് പറഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ടാവും. ആ അതോറിറ്റിക്ക് മാത്രമാണ് അത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള അധികാരമുള്ളൂ. ഓഫ് ആക്കാനും ഓൺ ആക്കാനും പറ്റുള്ളൂ. അത് ലോക്ക് ചെയ്തൊക്കെ ആയിരിക്കും വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സർവീസ് വാൽവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക പ്രദേശത്തേക്ക് മാത്രം പോകുന്ന വാൽവാണ് അല്ലെ. അപ്പൊ ആ പ്രദേശത്തേക്ക് അല്ലെങ്കിൽ പ്രത്യേക ഏരിയയിലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ
ആ കണക്ഷൻ മാത്രം ചെയ്യിപ്പിച്ചാൽ മാത്രം മതി. അതുപോലെ തന്നെ ക്ലിനിക്കൽ സ്റ്റാഫിനെ കൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിലും അവര് എന്താണ് അവര് ആ സ്റ്റാഫുകൾ കൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിലും ആയിരിക്കണം എന്ത് വെക്കേണ്ടത്, ഈ സർവീസ് വാൽവുകൾ അവിടെ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. വാൽവ് വരും വാൽവും കൂടി ഒന്ന് വായിച്ചു നോക്കാം. വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. വാൽവ് വരെയും വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, ഇത്ര വരെ ക്ലിയർ അല്ലേ? ഇത്ര വരെ മനസ്സിലാക്കിയിട്ട് വരാം നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ. ഓക്കെ, താങ്ക് യു.